ബിഗ് ബോസ് ഇന്നലെ രാത്രി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. ഇന്നലെ അവതരിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്നലെ എല്ലാവരും കൂടി ഫ്രീ രേഖയായിരുന്നു സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിരുന്നത്. അപ്പം മറ്റു മത്സരാർത്ഥികളുടെയൊക്കെ നിസ്സഹകരണം കൊണ്ട് ഏതായാലും ഇന്നലെ വൈകുന്നേരം അത് നടന്നില്ല. നടക്കാതിരുന്നപ്പം ബിഗ് ബോസ് തന്നെ പറഞ്ഞു, ഇപ്പം നിങ്ങളെ കൊണ്ട് ഇന്നൊന്നും പറ്റില്ല, അതുകൊണ്ട് നാളെ ചെയ്താൽ മതി. നാളെ എപ്പോഴാണെന്നൊന്നും പറയത്തില്ല, അതിന് പ്രത്യേക സമയമൊന്നും തരത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ പറയുന്ന സമയത്ത് നടത്തണം എന്ന് പറയുന്നു. അപ്പോൾ ആ മറ്റു മത്സരാർത്ഥികളെല്ലാം കൂടെ കൈയടിച്ച് ഞങ്ങൾ ചെയ്തോളാം ബിഗ് ബോസ് എന്ന് പറയുന്നു. പക്ഷേ വേറെ ഒന്നും ആകുന്നുമില്ല. അതിനിടയിൽ നമ്മളെ ജിൻഡോയ്ക്ക് ഒരു വേഷം കൊടുത്തു. എല്ലാ മത്സരാർത്ഥികൾക്കും ഓരോ വേഷം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ശ്രീരേഖ ജിൻഡോയ്ക്ക് ബിഗ് ബോസ് ആയിട്ട് വേഷം കൊടുത്തു. അപ്പം കുറച്ച് ഡയലോഗുണ്ട്. ഡയലോഗ് പറയുന്ന കാര്യത്തിൽ ജിൻഡോ വലിച്ചിരി പാടാണ്. അത് കുറച്ച് നേരം പഠിച്ചതിന് ശേഷം മാത്രമേ ജിൻഡോയ്ക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ജിൻഡോയ്ക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റിൽ ഒന്ന് അഭിനയിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ജിൻഡോ അതിനുവേണ്ടി പല പ്രാവശ്യം. അപ്പോൾ ആദ്യമേ തന്നെ ഗബ്രിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. ഈ ജിൻഡോയെ ബിഗ് ബോസ് ആക്കുന്നതിലോ അല്ലെങ്കിൽ ജിൻഡോയെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതിലോ ഗബ്രിക്ക് വലിയ താല്പര്യമില്ല. ഗബ്രിയുടെ മനസ്സിലെപ്പടി പക കിടക്കുകയാണ്. അപ്പം ഗബ്രി ആദ്യം തൊട്ടേ പറയുന്നുണ്ട് ജിൻഡോയെ വേണ്ട, അങ്ങനെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ആദ്യമായിട്ട് അത് എടുത്തു കഴിഞ്ഞപ്പം ജിൻഡോയുടെ ഡയലോഗ് തെറ്റി. അപ്പോഴും ഗബ്രി പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, നമുക്ക് വേറെ ആളിനെ നോക്കാം എന്ന് പറയുന്നു. ആരും മൈൻഡ് ചെയ്യുന്നില്ല. രണ്ടാമതും നമ്മുടെ ജിൻഡോയുടെ ഡയലോഗ് തെറ്റി. അപ്പോൾ ആദ്യത്തെ അപേക്ഷിച്ച് ഇച്ചിരി കൂടെ ബെറ്ററായി. അപ്പോഴും ഗബ്രി പറയുന്നുണ്ട് ഇങ്ങനെ കൊണ്ട് പറ്റില്ല, അങ്ങനെ കളഞ്ഞിട്ട് വേറെ ആളിനെ എടുക്കാം എന്ന് പറയുന്നുണ്ട്. അതിന് ശേഷവും ഇങ്ങനെ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആദ്യത്തേനെ അപേക്ഷിച്ച് ബെറ്ററായി വരുന്നുണ്ട്. അപ്പം ജിൻഡോ പറയുന്നുണ്ട്, ഞാൻ അത് രാത്രിയിലത്തേക്ക് നാളെയല്ലേ ഉള്ളൂ, രാത്രി കാണാതിരുന്ന് പഠിച്ച് നാളെ അവതരിപ്പിച്ചോളാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗബ്രി സമ്മതിക്കത്തില്ല. അവസാനം നമ്മുടെ ഫായ് പറയുന്നു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക, നീ ബിഗ് ബോസ് ആക്ക്, പുള്ളിയെ പ്രൊഡ്യൂസറോ വല്ലതും ആക്കാം എന്ന് പറയുന്നു. അപ്പം ജിൻഡോ കെഞ്ചി പറയുന്നുണ്ട്, ഞാൻ ആയിക്കോളാം, ഞാൻ രാത്രി കുത്തിയിരുന്ന് പഠിച്ചോളാവട എന്ന് പറയുന്നു. ജിൻഡോയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഗബ്രിയോട് അങ്ങനൊന്നും ദേഷ്യമൊന്നുമില്ല. ഒരു ടാസ്ക് കഴിഞ്ഞു, അത് അന്നേരം തന്നെ വിട്ടു എന്നുള്ളതാണ്. പറയുന്നുണ്ട്, എടാ എനിക്കെൻ്റെ ഒരു ആഗ്രഹമാണ്, ഞാൻ ഇതിനകത്ത് അഭിനയിച്ചോളാം, ഞാൻ തന്നെ രാത്രി ഇരുന്ന് കാണാതിരുന്ന് കുത്തിയിരുന്ന് പഠിച്ചോളാം എന്ന് പറയും. ഗബ്രി സമ്മതിക്കുന്നില്ല. അങ്ങനെ ജിൻഡോയല്ലേ ജിൻഡോയെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. ജിൻഡോയ്ക്ക് പിന്നെ ചോദിക്കാനൊന്നും ആരുമില്ലല്ലോ, ജിൻഡോ അല്ലേ. അപ്പം ജിൻഡോ തൻ്റെ വിഷമം തീർത്തത് കുറച്ച് ഫേർട്ട് വലിച്ചാണ് തീർത്തത്. പാവം, അങ്ങനെയാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അൻഫുബയുടെ കേട്ടു. അൻഫുബയിട്ട് ശ്രീരേഖയോട് പറയുന്നുണ്ട്, ഓരോ മനുഷ്യനെ ഒഴിവാക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം, പക്ഷേ അത് മാന്യമായ രീതിയിൽ ഒഴിവാക്കണമായിരുന്നു. ഗബ്രി എന്ന് പറയുന്ന ഭയങ്കര അഭിനേതാവല്ലേ, അവൻ്റെ അഭിനയം കണ്ടാലേ മതി ഇല്ലേ, അവൻ ഭയങ്കര അഭിനേതാവാണ്, അവൻ സിനിമാ നടനല്ലേ എന്നൊക്കെ ഗബ്രിയെ കളിയാക്കുന്നുണ്ട്. അതുപോലെ പറയുന്നുണ്ട്, ഇത്ര വൃത്തികെട്ടവൻ ലോകത്തൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അൻഫിബ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പുറത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തില്ല, പുറത്ത് ചെന്ന് കഴിയുമ്പോൾ അറിയാൻ പറ്റും ആർക്കാണ് കൂടുതൽ ചാൻസ് കിട്ടുന്നതെന്ന്. അത് ജിൻഡോയ്ക്കാണോ ഗബ്രിക്കാണോ എന്ന് പുറത്ത് ചെല്ലുമ്പോൾ അറിയാൻ പറ്റും എന്ന് നൈസായിട്ട് ഗബ്രിക്ക് വിട്ടൊരു പണിയും കൊടുത്തിട്ടാണ് അൻഫിബ ശ്രീരേഖയോട് പറയുന്നത്. കാരണം അൻഫിബയ്ക്കും അത് ഭയങ്കര വിഷമമായി. പിന്നെ ജിൻഡോയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അൻഫിബ, ഋഷി എന്നിവരാണ് കൂടുതൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നത്, കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഏതായാലും നമുക്കും അറിയാം ആർക്കാണ് കൂടുതൽ ചാൻസ് കിട്ടുന്നതെന്നല്ലേ.